എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1328ാമത് പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറാണ്. ഇതിനു മുമ്പും പല ക്ലാസ്സുകൾ നമ്മൾക്ക് എടുത്തു തന്നിട്ടുള്ള സാറ് MD MRCP UK, ABIM USA, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയൻസ് USA, അതുപോലെ അമേരിക്കയിൽ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയൻറ്റിസ്റ്റായി 1994 മുതൽ ജോലി ചെയ്തു വരുന്നു. 45 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. വിവിധ ടെലിവിഷൻ ചാനലുകളിലും പ്രിന്റ് മാധ്യമങ്ങളിലും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടുകൂടെ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് പാർശ്വഫലങ്ങൾ എന്ന വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറിനെ ബഹുമാനപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. ഇത് റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ ഫ്രണ്ട്സ്, ടുഡേസ് ടോപ്പിക്, I'll start with the slideshow. I assume I'm audible and the slide is visible. Yes, Slide പാർശ്വഫലങ്ങൾ മിക്കവരും അസ്യൂം ചെയ്യും. ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്. അതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് ആണ്, മെഡിസിന്റെ സൈഡ് എഫക്ട്സ് ആണ്. അതല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് സർപ്രൈസ്, ദിസ് ടോക്ക് ഇസ് നോട്ട് അബൌട്ട് the side effects of medicines only, but at the same time this talk will be very interesting, very insightful and useful. അത് ഡോക്ടർ റെഡ്ഡിയാർക്ക് ഗ്യാരണ്ടി. എല്ലാവരും ഇലക്ഷൻ എല്ലാവരും ഗ്യാരണ്ടിയാണ്. എല്ലാവരും ഗ്യാരണ്ടി കൊടുത്താലേ ആൾക്കാർ വോട്ടെടുത്തുള്ളൂ. അതുപോലെ ഞാനും ഒരു ഗ്യാരണ്ടി തരികയാണ്. ഈ ടോക്ക് വിൽ ബി ഇൻട്രസ്റ്റിംഗ്, insightful and useful. Purpose of this talk, ഏതൊരു ടോക്ക് കൊടുക്കുമ്പോഴും അതിന്റെ എന്താണ് അതുകൊണ്ടുള്ള ലക്ഷ്യം. നോ ദി ഡെഫിനിഷൻ ഓഫ് സൈഡ് എഫക്ട്സ്. എന്താണ് പാർശ്വഫലങ്ങൾ, അത് എന്താണെന്നുള്ള ആദ്യം ഒരു ഡെഫിനിഷൻ വേണം, ക്ലിയർ ഒരു അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തത് നോ ദി ഇമ്പാക്ട് ഓഫ് സൈഡ് എഫക്ട്സ് ഓൺ അവർ ലൈഫ്. ആ പാർശ്വഫലങ്ങൾ കൊണ്ട് എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്. നോ ഹൗ ടു പ്രിവെന്റ് ദോസ് സൈഡ് എഫക്ട്സ്. എല്ലാ സൈഡ് എഫക്ട്സും നെഗറ്റീവ് അല്ല, എല്ലാ പാർശ്വഫലങ്ങളും നെഗറ്റീവ് അല്ല. നെഗറ്റീവായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട്, അതിനെ എങ്ങനെ ഒഴിവാക്കാം, അതാണ് ഇന്ന് അറിയാൻ പോകുന്നത്. ന്യൂമറസ് ബുക്സ്. ഞാൻ ഏതൊരു ടോപ്പിക്കും ചൂസ് ചെയ്യുന്നതിന് മുമ്പേ ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ബുക്കുകളുണ്ടോ, ഇസ് ഇറ്റ് റിയലി വർത്ത് ഗിവിങ് എ ടോക്ക്. ഇവിടെയാണ് സക്സസ് ഇസ് എ സൈഡ് എഫക്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. മിക്കവരും വിചാരിക്കും എങ്ങനെയാണ് സക്സസ് തന്നെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. മറിയാമ്മാജി, അങ്ങനെ മനസ്സിൽ കൂടെ ചോദ്യം പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആ ചോദ്യം എങ്ങനെയാണ്? അത് തന്നെ ജയചന്ദ്രൻജി. അങ്ങനെ സക്സസ് ഇസ് എ സൈഡ് എഫക്ട്. മൈ ഗുഡ്നസ്. അടുത്തത് സൈഡ് എഫക്ട്സ്. സം ബെനിഫിറ്റ്സ് മേ ഓർ മേ നോട്ട് ബി വർത്ത് ദി റിസ്ക്. അങ്ങനെ ഒരു ബുക്ക്. പിന്നെ സൈഡ് എഫക്ട്സ് മേ വേരി. ഇത് നിങ്ങൾക്കറിയാം, ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. നിങ്ങൾ കൊടുക്കുന്ന മരുന്ന് സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു മരുന്നും ഈ ഭൂലോകത്ത് ഇല്ല.
അങ്ങനെ ഇല്ല എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിനെപ്പോലെ ഒരു 100% പച്ച, അതായത് ഗ്രീൻ കള്ളം വേറെ ഒന്നുമില്ല കേട്ടോ. പച്ച കള്ളമാണ് കേട്ടോ, കളറും കൂടെ ഇട്ടുണ്ട്. നമുക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് വേരി ചെയ്യും. അപ്പൊ ഞങ്ങൾ തന്നെ കൊടുക്കുന്നു, ഒരു മരുന്ന് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ആന്റിബയോട്ടിക് തന്നെ, കോമൺ എക്സാമ്പിൾ അമോക്സിസിലിൻ ഓർ ആംബിസിലിൻ. അത് എല്ലാവർക്കും സെയിം സൈഡ് എഫക്റ്റ് അല്ല. ചിലർക്ക് സപ്പോസ് അതുകൊണ്ട് വരുന്നത് ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ വേറെ ചിലർക്ക് വരുന്നത് ഡയറിയ. സൈഡ് എഫക്ട്സ് ഓൾസോ വേരി. അതേപോലെ ഇന്നത്തെ ഈ ടോക്കിലും ഈ പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് അതും എല്ലാവർക്കും ഒരേപോലെ അല്ല വരുന്നത്, വ്യത്യാസമാണ്. സോഫാർ ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആണെന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു സി ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മുടെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ ത്രൂ ദി ചാറ്റ് ബോക്സ് ആണ് ടിൽ എന്റെ പ്രസന്റേഷൻ തീരുന്നവരെ. ചാറ്റ് ബോക്സിൽ ഒന്ന് സി ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആണെന്നുള്ളത് എനിക്കും ഉറപ്പ് വരാനാണ്. ഓക്കെ സനൽകുമാർജി, യെസ്. വേറെ കുറെ പേരുണ്ട്, 40-43 പേരുണ്ട്. അതിൽ കൈക്ക് പരാലിസിസ് ഇല്ലാത്തവരെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യണേ. കൈക്ക് പരാലിസിസ് ഇല്ലാത്തവരെ ആ കീബോർഡിൽ ഒറ്റത് വീണം. കൂടുതൽ പേര് പങ്കെടുക്കുമ്പോഴാണ് എനിക്കും ഒരു തൃപ്തി, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ. ഇവിടെ വന്ന് ഈ 3/4 മണിക്കൂർ നേരത്തേക്ക് വന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കും അറിയണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ നബീൽ ജി, താങ്ക് യു. My talk is based on FEQT, facts, experience, quotes and thoughts. ആ തോട്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഹോബിയാണ് തിങ്കിങ്. എൻ്റെ ഹോബി തിങ്കിങ്. എത്ര പേര് ഇത് പറയും നിങ്ങളുടെ ഹോബി എന്താണ്? അവർ പറയും ക്രിക്കറ്റ് കളി കാണുന്നത്, അല്ലെങ്കിൽ ആ സിനിമ കാണുന്നത്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ കുച്ചിപ്പുടി, അല്ലെങ്കിൽ കിച്ചിപ്പുടി, അല്ലെങ്കിൽ ചീട്ട് കളിക്കുന്നത്. പക്ഷെ തിങ്കിങ് ഒരു ഹോബിയായിട്ട്, അത് എൻ്റെ ഹോബിയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ കാണുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരെണ്ണം വായിക്കുന്നു, അതിനെ അങ്ങനെ പെടത്തില്ല. ഞാൻ ഇരുന്ന് അതിനെക്കുറിച്ച് കുറെ നേരം ആലോചിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെ, ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും, അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും. സോ ഐ തിങ്ക് എ ലോട്ട്. ആൻഡ് ബിക്കോസ് ഓഫ് മൈ ആ തിങ്കിങ്ങിലുള്ള ആ ഒരു ഹോബി ആയ കാരണം ഐ യൂഷ്വലി കം വിത്ത് ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ തോട്ട്സ്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഐ വൈസ് ടു എൻജോയ് മൈ വർക്ക്. ഞാൻ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേപോലെ ഞാൻ ചെയ്യാറേ ഇല്ല. എല്ലാം മാറി മാറി ഞാൻ ചെയ്യും. സൈഡ് എഫക്ട്സിന്റെ ഡെഫിനിഷൻ, 2 ഡെഫിനിഷൻ ഞാൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ വന്നിട്ട് ദോഷഫലങ്ങൾ. ചിലപ്പോൾ ചിലർ പറയും പ്രത്യാഘാതം, അല്ലെങ്കിൽ വിപരീത ഫലങ്ങൾ ഓർ ഗുണഫലങ്ങൾ ഓഫ് ആൻ ആക്ഷൻ ഓർ എ സിറ്റുവേഷൻ ദാറ്റ് ഈസ് അൺഎക്സ്പെക്ടഡ് ഓർ അൺഇന്റൻഡഡ്. പ്രതീക്ഷിക്കാത്ത, അങ്ങനെ ഒരെണ്ണം സംഭവിക്കുന്നത് മുൻകൂട്ടി കണ്ടില്ല, വരുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോഴും ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. ഞാൻ ഈ പറയുന്നത് ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടോ? ഒരെണ്ണം ചെയ്തു എന്നിട്ട് പിടിച്ചത് പുലിവാല് എന്ന് പറയില്ല, ചിലർ പറയല്ലോ ഇത് വല്ലാത്തൊരു പുലിവാലായല്ലോ നബീൽ കോയ. അങ്ങനെ ഒരു പുലിവാല് പിടിക്കുന്നത് ഒരിക്കൽ പോലും വിചാരിച്ചില്ല അത് ചെയ്തപ്പോഴും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട്. ഇരിക്കുന്ന കുറെ പേര് പിന്നെയും ക്വൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത്രയ്ക്ക് ഹോമിയോപ്പതിക്ക് ഒരുപാട് പേർക്ക് കയ്യിൽ പരാലിസിസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ ധനേഷ് എല്ലാവരും ഓക്കെ ഗുഡ്. പിന്നെ വേറെന്നുണ്ട്, മലയാളിക്ക് ഒരു പ്രത്യേക ഇതുണ്ട്. അങ്ങനെ ഇയാള് പറഞ്ഞ് ഞാൻ എന്തോന്ന് കൂട്ടെ, ഇയാൾ ആരുവാ, ഞാൻ എന്തിനു ഇത് ചെയ്യണം, അങ്ങനെ ഒരു അഹങ്കാരം. അങ്ങനെ ഞാൻ കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ക്ഷീണമല്ലേ. അതൊക്കെ അതൊരു ടിപ്പിക്കൽ ഒരു മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത്. പിന്നെ സൈഡ് എഫക്ട്സ് സെക്കൻഡ് ഡെഫിനിഷൻ ആണ് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ളത്. വുഡ് ബി സിംറ്റംസ് caused by medical treatment that are unwanted or unexpected. അതല്ല ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ അലോപ്പതി പ്രാക്ടീസിലുള്ള മെഡിസിൻസിനെ കുറിച്ച് എല്ലാം സംസാരിക്കുന്നത് അതിൽ വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് കാര്യമില്ല. സോ ഐ എം ഗോയിങ് ടു കൺഫൈൻ മൈസെൽഫ് ഓൺ ദി നോൺ മെഡിക്കൽ ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ.
ഈ കൊട്ടേഷൻ, നോ ആക്ഷൻ ഇസ് വിത്തൗട്ട് ഇറ്റ്സ് സൈഡ് എഫക്ട്സ്. ബാരി കോമണർ. സൈഡ് എഫക്ട്സ് ക്യാൻ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള, മറ്റേത് പ്രതികൂലമായിട്ടുള്ളത്. ഇനി ഞാനൊരു പടം കാണിക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അതിൽ ഞാൻ ആ യെല്ലോ റെക്ടാങ്കുലർ അതിലുള്ള ആളിനെ എത്ര പേര് ഐഡന്റിഫൈ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ ഇടണം, നോ. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൈ ഇടണം, യെസ്. വരട്ടെ. ഇതെനിക്ക് അറിയണം എത്ര പേര്, ഈ ഇരിക്കുന്ന എത്ര പേർക്കാണ് അറിഞ്ഞുകൂടെങ്കിൽ നോ ഇടുക. ക്ഷീണിക്കാൻ അതിൽ ക്ഷീണമൊന്നുമില്ല. അയ്യ എങ്ങനെ ഞാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കാനൊന്നുമില്ല. വരട്ടെ മറുപടി, ഫാസ്റ്റ് വരട്ടെ. ഓക്കെ, ചാറ്റ് ബോക്സിൽ നോ നോ നോ. ധനേഷി വേലപ്പം പിള്ളൈ നോ. ഇനി അടുത്ത പടം ഞാൻ കാണിക്കാൻ പോവാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ആരാണെന്ന്? ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും എന്നിടൂ. ഡോണ്ട് വറി, ഡോണ്ട് ഫീൽ ബാഡ്. ഇഗ്നോറൻസ് ഇസ് നോട്ട് എ സിൻ. അറിഞ്ഞൂടെങ്കിൽ പിന്നെയും ഇടുക, എന്നിടുക. ഓക്കെ, ഫൈൻ. അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഞാൻ ഇയാളുടെ പേര് ഇപ്പൊ ആദ്യം പറയാൻ പോവാണ്. ഞാൻ ജോയ് അറക്കൽ, വയനാടുകാരൻ. ജോയ് അറക്കൽ വയനാടുകാരൻ, ഗൾഫിലാണ്, ബിഗ് ബിസിനസ് മാൻ. അവിടുത്തെ ഓയിൽ, ആ ഷിപ്പിംഗ്, ആ ഇതിലൊക്കെ ആയിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സൈഡിൽ എന്ത് സംഭവിച്ചു ഈ ജോയ് അറക്കലിന് 54-ാമത്തെ വയസ്സിൽ? വാട്ട് ഹാപ്പൻ ടു ജോയ് അറക്കൽ? ആ വീട് ഉണ്ടല്ലേ, ആ വീട് വന്നിട്ട് വയനാടുള്ള ആ വീട് പാലസ് പോലെയാണ്. 40 അയാളെ വിളിച്ചിരുന്നത് കപ്പൽ ജോയ് എന്ന്. 45,000. അവിടെ ആരോ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യണേ മറിയാമ്മജി. ആരോ ഒരാള് അൺമ്യൂട്ട് ചെയ്തു, ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓ, 45,000 സ്ക്വയർ ഫുട്ടേജ് ആണ് അങ്ങയുടെ ആ പാലസിന് വയനാട് കിട്ടിയത്. അപ്പൊ യു ക്യാൻ എത്ര കോടികളാണ് ആ ഒരു വീടിന് വേണ്ടി അവിടെ ചെലവാക്കിയത്. Then NRI businessman Joy Arakal committed suicide over financial woes, Dubai cops. ഈ വാർത്ത വായിച്ചവരുണ്ടോ? 4 കൊല്ലത്തിന് മുമ്പാണ്. അവിടുത്തെ ഒരു 14-ാമത്തെ നിലയിൽ കെട്ടിടത്തിൽ നിന്ന് he jumped and he killed himself. എല്ലാം സാമ്പത്തിക പരാധീനങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പം മനസ്സിലായോ ആ ചെയ്ത ആക്ഷൻസിന്റെ സൈഡ് എഫക്ട്? അത്രയും ദൂർത്തടിച്ച് അത്രയും വലിയൊരു ഇതെല്ലാം കെട്ടി എല്ലാം കൂടെ വന്നപ്പോൾ സാമ്പത്തിക ബാധ്യതകൾ വരുന്നു. ഈസ് ദിസ് എക്സാമ്പിൾ റിയലി ക്ലിയർ ആൻഡ് കൺവിൻസിങ്? ക്ലിയറും കൺവിൻസിങ് ആണ് ചിലവർ ചെയ്യട്ടെ. ഞാൻ ഓരോ എക്സാമ്പിൾ എത്ര സമയം എന്നറിയാൻ ഞാൻ എന്നോട് ചിലവാക്കുന്നത്. ഓക്കെ, ഡോക്ടർ രമാദേവി, അതെ, ചുമ്മാതെ ഇതെല്ലാം വേറെ എവിടെയോ ഇരുന്ന് ആരോ പ്രസന്റ് ചെയ്തതിന് ഞാൻ അങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതല്ല. I have to think, I have to do the research, I have to take the pictures, അതെല്ലാം. ഓക്കെ, ലതാ മനോഹരൻ, താങ്ക് യു. സോ ഇങ്ങനെയാണ് നമ്മൾ വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ആക്ഷൻ, അതിന് ഉള്ള സൈഡ് എഫക്റ്റ് ആണ്. ഇന്ന് തന്നെ നമ്മുടെ നാട്ടില് നല്ലൊരു ശതമാനം പേര്, നോട്ട് ഓൾ, നല്ലൊരു ശതമാനം പേര് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടക്കെണി, വീടിന് വേണ്ടി വലിയ വീടൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മോർഗേജ് അടയ്ക്കാനായിട്ട് 10-20-25 ലക്ഷം രൂപ വില വരുന്ന കാർ വാങ്ങിച്ചിട്ട്, അങ്ങനെ ഉള്ള ആഭരണങ്ങളെല്ലാം വാങ്ങിച്ചിട്ട്, ഒരു മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് 10-30-40 ലക്ഷം രൂപ പൊട്ടിച്ചിട്ട് കടവും എല്ലാമായിട്ടിരിക്കുന്ന ഇത് ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ എഗ്രി എന്നിട്ട് എ ഇട്ടെ, ആൽഫബറ്റ് എ ഇടും. എ, ഓക്കെ, നവീൽജി എ.
ധനേഷ് അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും ഈ സൈഡ് എഫക്ട്സ്, ഈ ദോഷഫലങ്ങൾ വരുന്നത് എന്താണ്? നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പൊങ്ങച്ചം പറയുന്നതിന് ഒരു കുറവില്ല. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ MP സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിയൻ രവീന്ദ്രൻ, പുള്ളിക്കാരൻ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് പുള്ളിക്കാരൻ ഒരിടത്ത് പറഞ്ഞതിന് മലയാള മനോരമയിലെ മറ്റേ വാചകമേള എന്ന് പറഞ്ഞ് ഞായറാഴ്ച വരുന്ന അതിലുണ്ടായിരുന്നു. മലയാളിയുടെ സംസ്കാരം എന്ന് പറയുന്നത് പൊങ്ങച്ച സംസ്കാരമാണ്. അതാണ് മലയാളിയുടെ സംസ്കാരം. കാശില്ല, എന്നാലും 4 പേരുടെ മുമ്പില് ഒന്ന് ഞാൻ ആര്, അമ്പട ഞാനേ എന്നുള്ള കേമനാണ് ഈ ദൂർത്ത് കടമെല്ലാം വാങ്ങിച്ച്. അങ്ങനെയാണ് ഇന്നത്തെ. അവസാനം എന്ത് സംഭവിക്കുന്നു? കേരളമാണല്ലോ ഇന്ത്യയിൽ ഒരു 2-3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വെള്ളാടി അല്ലേ? ഇവിടെ ഓണം വന്നു കഴിഞ്ഞാൽ വെള്ളാടിയാണ്, ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ വെള്ളാടിയാണ്, എല്ലാം വെള്ളാടി. എല്ലാവരും ആഘോഷിക്കാനാണോ? ഇല്ല. നല്ലൊരു ശതമാനം പേര് അവിടെ ലൈനിൽ നിൽക്കുന്നവർ നോക്കിയേ, ആ ബ്യൂറേജ് ക്യൂവിൽ ലൈനിൽ നിൽക്കുന്നില്ല പൂത്ത കാശുള്ളവനാണ്? ഇല്ല. അവനെല്ലാം അവന്റെ ദുഃഖങ്ങൾ, ഒറീസ് എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം വെള്ളമടിക്കുന്നത്. അപ്പൊ ഈ മിക്ക ഒറീസും വരാൻ കാരണം എന്താണ്? മിസ്മാനേജ്മെന്റ് ഓഫ് മണി. മിസ്മാനേജ്മെന്റ്. ശരിയാണോ? ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു വയ്യട്ടെ. ഞാൻ ചോദിച്ചു പോവാണ്, പറഞ്ഞ് എല്ലാം ഈ തലയിൽ കയറണം, ഡീപ്പായിട്ട് കയറണം. ഈ വീഡിയോ വേറെയും കുറെ പേര് ഇനി ഫ്യൂച്ചറിൽ കാണും. അതുകൊണ്ട് ഞാൻ ഓർത്തനാണ് ഇടുന്നത്. ഇന്ന് വരാത്തവര് കുറെ പേര് ഇത് യൂട്യൂബിലെല്ലാം കാണുമ്പോൾ അവർക്ക് പിടികിട്ടണം. അതെ, ഈ അബദ്ധം വരാതിരിക്കണം, സംഭവിക്കരുത്, പ്രിവെന്റ് ചെയ്യണം. A lot of bureaucratic rules were created a long time ago when there were different challenges, and they are now causing negative side effects. ഇതിന്റെ എക്സാമ്പിൾ ജമ്മു കാശ്മീരിനെ 1947 തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാല് ഒക്ടോബറിൽ അതിന് സ്പെഷ്യൽ സ്റ്റാറ്റസ്, അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം മാറ്റിക്കൊടുത്തു. അത് അന്ന് എഴുതിയിരുന്നു, അന്ന് ടെമ്പററി പ്രൊവിഷൻ എന്നാണ് എഴുതിയിരുന്നത്. ആർട്ടിക്കിൾ 370 ടെമ്പററി എന്നാണ് എഴുതിയിരുന്നത്. എന്നിട്ട് എന്തായി? 72 കൊല്ലമായിട്ട് ആ ടെമ്പററിയെ മാറ്റുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? അതിനെക്കുറിച്ച് ആരെങ്കിലും ആലോചിച്ചോ? ഇല്ല. എന്താണ് അതുകൊണ്ടുണ്ടായത്? ജമ്മു കാശ്മീർ അത് കംപ്ലീറ്റ് ആയിട്ട് ടെററിസ്റ്റുകളുടെ ഇതെല്ലാം പിടിയിലായി. ആ പാകിസ്ഥാൻ എന്നുള്ള വരുന്ന എല്ലാം ടെററിസ്റ്റുകൾ എല്ലാവരും, ആൻഡ് ദാറ്റ് ബിക്കെയിം എ ഹെവൻ ഫോർ ടെററിസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന, അതിന് മുമ്പുണ്ടായിരുന്ന ടൂറിസം എല്ലാം തകർന്നു. ഇറ്റ് ഇസ് നോട്ട് എ സേഫ് ഓർ സെക്യൂർ പ്ലേസ്. ആൻഡ് എത്രയോ ലക്ഷക്കണക്കിനുള്ള ഹിന്ദു ഫാമിലീസ് വേർ ഡ്രിവൺ ഔട്ട്. അങ്ങനെയാണ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമയും വന്നത്. എവറിത്തിങ് ഹാപ്പൻഡ്. എന്നിട്ടും മാറ്റാനായിട്ട് തയ്യാറില്ല. അതിന്റെ ആ പാർശ്വഫലങ്ങൾ, ആ 370 ഉണ്ടായിട്ടുള്ള ആ ഇതിന് എത്രയും ദോഷഫലമാണ്. അതിനെ മാറ്റാനായിട്ട് തയ്യാറായില്ല. അത് ടെമ്പററി ആയിട്ടുള്ളതാണ്. അന്നുണ്ടാക്കിയത് ഇത്രയും ഉണ്ടാക്കിയെന്നുള്ളത് ഇത് നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ, അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പൊ ഞാൻ അടുത്ത സ്ലൈഡ് കാണിച്ചു തരാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. 2019 ആ 370 അതിനെ റിവോക്ക് ചെയ്യുന്നത്. Then what happened? Kashmir's transformation from terrorism to tourism. ഗുൽമാർഗില് കഴിഞ്ഞ കൊല്ലം 1 മില്യൺ ടൂറിസ്റ്റ് ആണ്, അതായത് 10 ലക്ഷം ടൂറിസ്റ്റുകളാണ് അവിടെ പോയിട്ടുള്ളത്. 108 കോടി റവന്യൂ. ഗുൽമാർഗിൽ മാത്രം. ഡു യു നോ ഹൗ മെനി ടൂറിസ്റ്റ് they visited Kashmir in 2023? നിങ്ങൾക്ക് അറിയത്തില്ല. ഐ വോണ്ട് ബ്ലെയിം യു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഇതുപോലുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെ കണ്ടുപിടിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഒരു ക്ഷീണമല്ല. അപ്പൊ ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മാത്രം 2 കോടിയോളമാണ് ടൂറിസ്റ്റ് അവിടെ വന്നത്. അതിൽ 50 ലക്ഷം പേര് ഫോറിൻ ടൂറിസ്റ്റ്.
അപ്പൊ റവന്യൂ എത്ര ആയിരിക്കും? ഈ ഇരിക്കുന്ന നിങ്ങളിൽ തന്നെ കുറെ പേര് നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കളോ കാശ്മീരിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിലിട്ടെ ചാറ്റ് ബോക്സിൽ യെസ് എന്നിട്ടെ. നിങ്ങളുടെയൊക്കെ അറിവിലുള്ള ഫ്രണ്ട്സോ എല്ലാവരും കാശ്മീരിൽ ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ അവിടെ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്. എന്റെ ഗ്രൂപ്പിൽ നിന്ന് കുറഞ്ഞത് ഒരു 6-7 പേരെങ്കിലും പോയിട്ടുണ്ട്. എന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാം അവിടെ 5-6 ദിവസം പോയിട്ടുണ്ട്. സോ ടൂറിസം. അപ്പൊ ടൂറിസം ഫ്ലറിഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്കോണമി, എംപ്ലോയ്മെന്റ്, ഇവിടെ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പ്രതിപക്ഷ കുറെ പേരൊക്കെ. എംപ്ലോയ്മെന്റ് എത്ര പേർക്കെന്നറിയാമോ? എത്ര റവന്യൂ കൂട്ടി? ഹോട്ടൽസ് എല്ലാം ഇപ്പോൾ ഫുൾ ബുക്ക്ഡ് ആണ് സീസണിലെല്ലാം. അപ്പൊ അവിടെ ആ ഡിസിഷൻ, ആ അബ്രോഗേഷൻ ഓഫ് 370 ഫലം എന്തോന്നാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണെങ്കിൽ പി ഇട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്. പോസിറ്റീവ് ആണെങ്കിൽ പി ഇട്ടെ. അത് ചെറിയ നിസ്സാരമായിട്ടുള്ള പോസിറ്റീവ് ആണോ? ഒന്നിട്ടെ നോക്കട്ടെ ഞാൻ. പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു രാജു ജോസഫ്, താങ്ക് യു. പോസിറ്റീവ്. തീർന്നില്ല. പക്ഷേ അത് ആ അബ്രോഗേഷന് മുൻപായിട്ട് ഒരു നേതാവ് എന്ത് പറഞ്ഞുകൊണ്ടെന്നുള്ളതൊക്കെ ഇത് അറിയണം നിങ്ങൾക്ക്. ഞാനൊരു പാർട്ടിയുടെ ആളല്ല, ഞാൻ ഫാക്ട്സ് ആണ് പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ഓൺലി ഫാക്ട്സ് ആർ ഫാക്ട്സ്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് നിങ്ങൾ ചിന്തിക്കണം. ഐ ഡോണ്ട് കെയർ ഹു ഗെറ്റ്സ് ദി ക്രെഡിറ്റ്. രാജീവ് ഗാന്ധിയെ കുറിച്ച് തന്നെ ഞാൻ ഒരുപാട് തവണ ഞാൻ അപ്രീഷിയേറ്റ് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓഫ് രാജീവ് ഗാന്ധി ഈ ഇരിക്കുന്ന നിങ്ങളുടെ കുറെ ബന്ധുക്കളൊക്കെ അമേരിക്കയിലോ കാനഡയിലോ എവിടെ ഓസ്ട്രേലിയയിലോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് കമ്പ്യൂട്ടർ വൽക്കരണം എന്നും പറഞ്ഞ് 1984 അന്ന് എന്താണ് നമ്മുടെ അവിടുത്തെ കേരളത്തിലെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്പ്യൂട്ടർ വൽക്കരണത്തിന് എതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ആ നേതാക്കന്മാരുടെ പിള്ളേരെല്ലാം വിദേശത്താണ്. അങ്ങനെ എല്ലാത്തിനും തടസ്സം ഉണ്ടാക്കുന്ന ആ മൈൻഡ് സെറ്റ് മാറണം. സോ അന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ പറഞ്ഞ എന്താണെന്നറിയാമോ? അത് കാണിച്ചു തരാം കൊട്ടേഷൻ. അല്ല, ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ അമിത്ഷാ പറഞ്ഞാണ്, രാഹുൽ വാണ്ട് a bloodbath in Kashmir, not a single bullet fired. അവിടെ ചോരപ്പുഴ ഒഴുകും എന്നൊക്കെയാണ് പറഞ്ഞുള്ളത്. എന്താണ്? നാട് വികസിക്കണം, നാട് നന്നാകണം. അവിടെ ചോര കുറച്ച് കൂടുതൽ ചോര അവിടെ ഒഴുകി. അത് ചില ഒരുപാട് പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉണ്ടായിരുന്നു. ആ മെൻസസ് കുറച്ച് കൂടുതലായിരുന്നു, മെനോറിറ്റിയാണ്. അത് കാരണം അവിടെ കുറെ രക്തമൊക്കെ ഒഴുകി. കേട്ടോ മറിയാമ്മജി? മറിയാമ്മജി എങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് അവിടെ രക്തം കൂടുതൽ വന്നതൊക്കെ. ആ മെനോപോസ് ആകാത്ത സ്ത്രീകൾക്ക് അന്ന് കുറച്ച് കൂടുതൽ പീരിയഡ്സ് വന്നു. അതാണ് ചോരപ്പുഴ. സോ 370 പാർശ്വഫലം ഡാമേജിങ്. റിവോക്കേഷന്റെ പാർശ്വഫലം ഗ്രോത്ത്. കൺവിൻസ് ആയോ? ഒരു ആക്ഷന്റെ ഇത് വരുന്നത്. ഇതിനപ്പുറം ഒരു സിമ്പിൾ എക്സാമ്പിൾ വേറെ വല്ലതും ഉണ്ടോ? ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ? യെസ്, ദാറ്റ് ഈസ് ഇറ്റ്. ഗുഡ് ഫോർച്യൂൺ ഹാസ് സൈഡ് എഫക്ട്. ഇവിടെയാണ് നേരത്തെ മറിയാമ്മജിക്ക് അന്തമിട്ടിൽ എന്താണ് സക്സസ് അല്ലെങ്കിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്നുള്ളതൊക്കെ. ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ പോകും. സോറി. വളരെ റെയർ ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ തുമ്മൽ വരുന്നത്. അത് ഇന്ന് വരുന്നുണ്ട് തുമ്മൽ. ഓക്കെ, എന്നെ കുറിച്ച് ആരോ ഓർക്കുന്നുണ്ട്. ആരൊക്കെ എന്നെ കുറിച്ച് ഓർക്കുന്നു. നമ്മൾ പറയല്ലോ, എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇതിൽ വരാത്തവര് തന്നെ. സോ ദി സക്സസ്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. നമ്മുടെ നബീൽ ജി ഒന്ന് വരണേ, ഇനി ഞാൻ ശ്രദ്ധിച്ചേക്കണം. നബീൽ ജി, നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. കേരള സംസ്ഥാനത്തിന് ആക്കുള്ള വരുമാനം തന്നെയും ലോട്ടറിയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് അന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തു. ഒരു 200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് പ്രൈസ് എന്നാ പിടിച്ച 2 കോടി. നിങ്ങൾക്ക് അടിച്ചു. സന്തോഷം, പോസിറ്റീവ്, യു ആർ ഹാപ്പി.
thrilled, excited. ഇതാ വരുന്നു നബീലിന്റെ കുറെ ഫ്രണ്ട്സും ചില ബന്ധുക്കളും. അവർ നോക്കുമ്പോൾ അതിൽ 2 കോടി രൂപ ഇപ്പം നബീലിന് കിട്ടിയിട്ടുണ്ട്, കാശുണ്ട്. നീ കാശില്ല എന്ന് പറയുന്നില്ല. അപ്പോഴത്തേക്ക് എന്റെ മോളുടെ കല്യാണത്തിന് ഒരു 3 ലക്ഷം രൂപ ഒന്ന് നബീലിൽ ചോദിച്ചേ. അടുത്തത് എന്റെ മോൻ മറ്റേ ആസ്ട്രേലിയയിൽ പഠിക്കാൻ പോകണം കേട്ടോ, അവനൊരു 10 ലക്ഷം രൂപ വേണം. നബീലിൽ ചോദിച്ചേ. നബീൽ നമ്മുടെ ഫ്രണ്ട് അല്ലേ, നമ്മുടെ ബന്ധുവല്ലേ, ചോദിച്ചാൽ തരും. കാശ് ഇല്ല എന്ന് പറയുന്നില്ല, കാശ് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നു, ചോദിക്കുന്നു. നബീൽ ജി നിങ്ങളൊന്ന് മറുപടി പറയണം. നിങ്ങൾ ഈ ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുവോ കൊടുക്കത്തില്ലയോ? യെസ് ആർ നോ. നോ ആണെന്നുണ്ടെങ്കിൽ എന്നെണ്ണം, യെസ് ആണെങ്കിൽ പയ്യാണ്. നബീൽ ജി യെസ് എല്ലാവർക്കും കൊടുക്കും. ആഹാ, വാട്ട് അബൌട്ട് ഇതേ ചോദ്യം തന്നെ ഞാൻ നമ്മുടെ ജയചന്ദ്രൻ ജിയിൽ ചോദിക്കുന്നു. അതാ വരുന്നു, ഒരു 10-15 പേര് വരുന്നുണ്ട്, പല രീതിയിലും ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 10,000 മുതൽ ഒരു 5 ലക്ഷം വരെ. ജയചന്ദ്രൻ ജി നിങ്ങൾ കൊടുക്കുവോ ഇല്ലയോ? കൊടുക്കും. ഈ വരുന്നവർക്കെല്ലാം കൊടുക്കും എന്നാണ് പറയുന്നത്. എനിബഡി ഇൻ ദിസ് ഗ്രൂപ്പ് നോ പറയാനുള്ളവർ വല്ലവരും ഉണ്ടോ? ഡോക്ടർ ധനേഷ് നോ. ഒരാളെ ഉള്ള ലതാ മനോഹർ, ബാക്കി എല്ലാവരും കൊടുക്കുന്നവര് നിങ്ങൾ വന്നിട്ട് എന്താണ് ആ 2 കോടിയുടെ അപ്പുറം കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഇതാ പറഞ്ഞു ഒരു 5 ലക്ഷം നിങ്ങൾ കുറെ പേര് കൊടുത്തു തീർന്നു, പിന്നെ വന്ന് ചോദിക്കുന്നു ഇല്ല എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അവർ വിശ്വസിക്കുമോ? അവർ വിചാരിക്കും നിങ്ങൾ കള്ളം പറയാണ്. 2 കോടി കിട്ടിയിട്ട് ഞാൻ വന്ന് ചോദിക്കുന്ന വെറും 1 ലക്ഷം രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ, ഇയാൾ അയാളുടെ കാശില്ല എന്ന് പറയുന്നു. വിശ്വസിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ കാശ് കിട്ടി, ശത്രുക്കളെ കിട്ടിയോ? അതിന്റെ കൂടെ ഒരുപാട് പേരും ചോദിക്കുന്നു. നിങ്ങൾ നമ്മുടെ ധനേഷും ലതാ മനോഹരനും ഒക്കെ പറയുന്നു നോ. അപ്പം അവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നവര് അവർ ശത്രുക്കളായിട്ട് മാറിയോ ഇല്ലയോ? മാറിയെങ്കിൽ മാറി എന്ന് പറഞ്ഞേ, എസ് എന്ന് പറഞ്ഞേ. മാറിയെങ്കിൽ എസ് പറഞ്ഞേ. മറ്റേ ധനേഷ് ജി എല്ലാം മാറും. ഉടനെ എന്ത് പറ്റി? ഇവിടെ സക്സസ് ആയത് കിട്ടി, കാശ് കിട്ടിയത് സന്തോഷം. അതിന്റെ അടുത്ത സൈഡ് എഫക്റ്റ് ആണ് യു ഗെയിൻഡ് 2 crores but you have gained now more enemies and you have lost many friends. അതുകൊണ്ട് ഏതൊരു ഇതിനും എന്റെ പാർശ്വഫലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ചിലർ പറയുന്നത് ആർക്ക് കിട്ടിയെന്ന് പറയരുത് എന്ന് പറഞ്ഞു. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് വെളിയിൽ പറയരുത്, പേര് പറയരുത് കേട്ടോ. പേര് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയതിനേക്കാളും കൂടുതലായിട്ടുള്ള വേറെ കൂടുതലാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദി അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Truth is like a surgery. It hurts, but it heals. Lies like a painkiller. ഒരു വേദന സംഹാരി പോലെയാണ്. ഒരു കള്ളം പറയുമ്പോൾ അപ്പോഴാശ്വാസം കിട്ടും, പക്ഷേ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞത് 100% ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്, നിങ്ങളും എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഏട്ടെ. APJ അബ്ദുൽ കലാമിന്റെ ദീസ് വേർഡ്സ് ഐ എഗ്രി 100%. നിങ്ങളും എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്. കുറെ പേര് യെസ് ഇടുന്നുണ്ട്. ഗുഡ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. Side effects of the situation or an event, outcome of examination or interview, a marriage, promotion and transfer, lifestyle. ഇനി ഒന്നും കൂടെ അതിൽ ഞാൻ ഫോക്കസ് ഓരോന്നായിട്ട് പറയാം. ഔട്ട്കം ഓഫ് ആൻ എക്സാമിനേഷൻ, അതിന്റെ സൈഡ് എഫക്ട്. പരീക്ഷ എഴുതി തോറ്റു, സൈഡ് എഫക്ട് എന്താണ്? ചിലർക്ക് ഡിപ്രഷൻ. ആ ഡിപ്രഷനിൽ ആത്മഹത്യ. ആ റിസൾട്ട് വന്നു, ദാറ്റ് ഇസ് ആൻ ഈവന്റ് ഇൻസിഡന്റ്. അതിന്റെ ഇമ്പാക്ട് ഡിപ്രഷൻ, സൂയിസൈഡ്. ഒരു ഇന്റർവ്യൂവിന് പോയി, ജോലി കിട്ടി, ഹാപ്പി, വർഷഫലം. കിട്ടിയില്ല, ഡിപ്രഷൻ. അതുപോലെ അടുത്തത് മാരേജ്, കല്യാണം. അറേഞ്ച്ഡ് മാരേജ്. ആ ചെറുക്കന് മറ്റേ ഇൻഫോസിസിലാണ് ജോലി കേട്ടാ, 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് കേട്ടാ. അപ്പൊ അച്ഛന് നല്ല തറവാടാണ്. നമ്മളവിടെ നിന്നാണ് തറവാട്. ആ വാർഡ് എടുത്ത് മാറ്റണം, തറ എന്ന് മാത്രം വയ്ക്കണം. ഈ തറവാട് എന്ന് പറഞ്ഞാൽ മിക്കതും ആ ചെറുക്കനെല്ലാം വെറും തറയാണ് കേട്ടോ. നിങ്ങൾ നല്ലൊരു ശതമാനം, നോട്ട് ഓൾ. അതെ.
എന്നിട്ട് കല്യാണം എല്ലാം കൊടുക്കുന്നു, സ്ത്രീധനം എല്ലാം കൊടുക്കുന്നു, ഒരു എല്ലാം കൊടുത്തു, ആഭരണങ്ങളൊക്കെ 100 മോനും എല്ലാം ആയിട്ട് കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തി. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കുറച്ചാൾ അറിയുന്നത് ഇപ്പോഴെല്ലാം ഹാപ്പി. സൈഡ് എഫക്ട് എന്താണ്? ഹാപ്പി, പോസിറ്റീവ്. പ്രധാനമാണ് അയാൾക്ക് ഗാംബ്ലിംഗ് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. ഓൺലൈനിൽ കൂടെ ഇപ്പോൾ പലതരത്തിലുള്ള ഗാംബ്ലിംഗ് ഉണ്ടല്ലോ, ഓൺലൈനിലുള്ള ഗാംബ്ലിംഗ്. അതിൽ കൂടെ എന്നാ പിടിച്ചോ ഒരു 10-30 ലക്ഷത്തിന്റെ കടമായി. ആ നേരെ ആ ഭാര്യ അടുത്ത് പറയും, അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ ഒന്നും വാങ്ങിച്ചിട്ട് തന്നെയാണ്. അവൻ പൈസ ഇങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോൾ ഫാദറില്ല. ജയിച്ചെന്ദ്രജി നിങ്ങൾ കൊടുക്കോ 30 ലക്ഷം രൂപ? ഇല്ലെങ്കിൽ നോയോട് പറയണം. നിങ്ങൾ കൊടുത്താൽ തീരുമോ? പിന്നെയും വരുമോ ഇല്ലയോ? നിങ്ങൾ ഒരിക്കൽ 30 ലക്ഷം കൊടുത്താൽ പിന്നെയും വരുമോ? വരട്ടെ മറുപടി നോ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മോളെ പീഡിപ്പിക്കോ, ഉപദ്രവിക്കോ? ഉപദ്രവിക്കും. അപ്പൊ മാരേജ് എന്തായി? ആദ്യം പാർശ്വഫലം, റോങ് പേഴ്സൺ, ലൈഫ് ഹെല്ലായി. So these are all the things which are happening. ഈ തറവാട് നോക്കി പോകരുത് കേട്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്. തറവാടല്ല, ആളുടെ ക്യാരക്ടർ. നിങ്ങൾ തറവാടിനല്ല പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത്. അയാളുടെ അപ്പൻ വലിയ മിടുക്കനാണ്, കൊമ്പനാണ്, അയാൾക്കല്ല നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നത്. ഈ പറയുന്ന ആളുടെ അതിനെ കംപ്ലീറ്റ് ആണ് നോക്കേണ്ടത്. അയാളുടെ ശമ്പളം അല്ല, വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ, ക്യാരക്ടർ, ഇതിന്റെയൊക്കെ അവിടെയാണ് റിസർച്ച് ചെയ്യേണ്ടത്. അതല്ലാതെ വെറും ഹോറോസ്കോപ്പ് മാച്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മറ്റെല്ലാം ചെയ്താൽ പോലും ശരിയാവണമെന്നില്ല, ഇതെല്ലാം ചെയ്താലും ശരിയാകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. എന്നാ പിടിച്ച ബാങ്കിലെ ക്ലർക്കായിരുന്നു, ഓഫീസർ ടെസ്റ്റ് എഴുതി, പാസ്സായി, പ്രൊമോഷനായി, ഓഫീസറായിട്ട് ഹാപ്പി, എക്സൈറ്റഡ്. വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. തിരുവനന്തപുരത്താണ് ജയിച്ചി. അച്ഛനും അമ്മയ്ക്കും 60-65 വയസ്സായി, കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അച്ഛനൊന്നും സുഖമില്ല, മിക്കപ്പോഴും കൂടെ ആശുപത്രി വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെ നിൽക്കുന്നു. നിങ്ങൾ ഒരു മകനാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ നേരെ പ്രൊമോഷൻ കൊണ്ട് ട്രാൻസ്ഫർ ആയിട്ട് നേരെ ബീഹാറിലോട്ട് പോസ്റ്റ് ചെയ്തു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? പ്രൊമോഷൻ കൊണ്ടുള്ള സന്തോഷം മാറിയോ? ആങ്സൈറ്റി ആയോ? ഒറിയായോ? അച്ഛൻ ആരുടെ നോക്കും? അച്ഛനും ഒറി, അച്ഛനും ഇത്, മോനും ഇതായി. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഓൾവേസ് എല്ലാം ഇതായിരിക്കുന്നതൊക്കെ ഇസ് ഓൾസോ റിയാലിറ്റി. പിന്നെ ലൈഫ് സ്റ്റൈൽ. എന്നാ പാർട്ടി സെലിബ്രേഷൻ. റോട്ടറി ക്ലബിലെ മെമ്പറാണ്, ഒരു മാസത്തിൽ 4 മീറ്റിംഗ് ഉണ്ട്. അടുത്തത് ലയൺസ് ക്ലബിലെ മെമ്പറാണ്, മറ്റേതാണ്. എല്ലായിടത്തു നിന്നും വെള്ളമെല്ലാം അടിച്ച് ജാളിയായിട്ടൊക്കെ ഹാപ്പി ആയിട്ടിരുന്ന് കുറെ നാൾ കഴിയുമ്പോൾ എന്താണ് പറ്റുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഇന്നൊരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള നല്ലൊരു ശതമാനം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എങ്ങനെയാ വരുന്നത്? ദി സോ കോൾഡ് ഉള്ള പാർട്ടിക്ക് എല്ലാം പോയിട്ടാണ്. അവിടെ പഠിക്കേണ്ടായിരുന്നു അറിയാൻ നോക്കേണ്ടത്. ഇൻഫോസിസിന്റെ നാരായണമൂർത്തി, ഹി നെവർ യൂസ് ടു ഗോ ഫോർ ഓൾ ദീസ്. ഈ പാർട്ടിക്കൊന്നും പോകത്തില്ല. ചിലർ പറയും ആ പാർട്ടിക്ക് പോയാലേ നമ്മുടെ അതിന് ആവശ്യമാണ്, അത്യാവശ്യമാണ്, പാർട്ടിക്ക് പോകണം. ഹി ഹാസ് ഷോൺ ദാറ്റ് ഈസ് യു ഡോണ്ട് ഹാവ് ടു, യു ക്യാൻ സ്റ്റിൽ ബി സക്സസ്ഫുൾ. ഈ പറയുന്ന ഈ പോയിന്റ് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഏട്ടെ. ഇതെല്ലാമാണ് തെറ്റായിട്ടുള്ള കുറെ ധാരണകൾ. ഞാൻ ഒരു ക്ലബിലും ഞാൻ മെമ്പർഷിപ്പ് ഒരിക്കലും എടുത്തിട്ടില്ല. ഞാൻ റൊട്ടേറിയനും അല്ല, ലയണും അല്ല, നത്തിങ്, നെവർ. അവിടുത്തെ ട്രിവാൻഡ്രത്തുള്ള ട്രിവാൻഡ്രം ക്ലബിലെ മെമ്പർ അല്ല, അവിടുത്തെ SMC ശ്രീമൂലം ക്ലബിലെ മെമ്പർ അല്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് മോർ പ്രോബ്ലംസ്. UPSC ഇപ്പൊ 2 ദിവസം മുമ്പ് വന്ന വാർത്തയാണ്. ഇത്തവണത്തെ UPSCയിലെ ടോപ്പർ ആദിത്യ ശ്രീവാസ്തവ. അയാൾക്ക് 2.5 ലക്ഷം രൂപ ആയിരുന്നു ശമ്പളം ഗോൾഡ്മാൻ സാക്സില്. അയാൾ IIT കാൻപൂറിലെ പ്രൊഡക്റ്റ് ആണ്, IIT കാൻപൂർ. അയാൾ അത് വിട്ടു. ഇപ്പോൾ IAS അയാൾ ആദ്യം അതിന് മുമ്പ് IPS, അതിനുവേണ്ടി 3 കൊല്ലം ജോലിയെല്ലാം രാജിവെച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ച് ആദ്യം എഴുതിയപ്പോൾ 200 200 റാങ്ക് കിട്ടിയാണ് IPS ഓഫീസറായി. പോരാ, IAS തന്നെ ആകണം. IAS നമ്മൾ ടോപ്പർ. Now my dear friends, do you think his actions, IIT എഞ്ചിനീയർ, 2 ലക്ഷം രൂപ ശമ്പളം, അതെല്ലാം വിട്ടേച്ച് ഇതിലോട്ട് വന്നത്, ഡു യു തിങ്ക് ദാറ്റ് ഈസ് എ
റൈറ്റ് ഡിസിഷൻ ഓർ റോങ് ഡിസിഷൻ. റൈറ്റ് ആണ് വെച്ചാൽ ആർ ഇടുക, റോങ് ആണ് വെച്ചാൽ ഡബ്ല്യു ഇടണം. പ്ലീസ്. റൈറ്റ് ഓർ റോങ്? റൈറ്റ് ഡിസിഷൻ ജയചന്ദ്രൻ ജി. റൈറ്റ്. ഓക്കെ, വരട്ടെ. അടുത്ത കുറെ ഇതൊക്കെ ഒരാളെ ഉള്ളോ? ഒരാൾ മാത്രമേ ഉള്ളൂ. കേൾക്കുന്നില്ല ആരും. ഓക്കെ, എന്ത് പറ്റി? ഓക്കെ, ലതാ മോഹൻ ജി. ഓക്കെ, റോങ് ഡിസിഷൻ ലതാ മനോഹരൻ ജി. വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, സാജു ജോസഫ് റോങ്. ഓക്കെ, റോങ് ഗീത. താങ്ക് യു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെയുള്ള ഒരു സ്റ്റുപ്പിഡ് ഡിസിഷൻ വേറെ ഒന്നുമില്ല. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഐ മസ്റ്റ് ബി ഏബിൾ ടു കൺവിൻസ് യു. നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തണം വിത്ത് ഫാക്ട്സ് ആൻഡ് വിത്ത് എവിഡൻസ്. എന്നാ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ വന്ന ഒരു IAS കാരന്റെ അയാളുടെ പിന്നെ ഉണ്ടായ ഇതൊക്കെ ആരാണെന്ന് അറിയാമോ? ഫസ്റ്റ് റാങ്ക് IIT എൻട്രൻസിന്, ഫസ്റ്റ് റാങ്ക് IAS എൻട്രൻസ്, ഫസ്റ്റ് റാങ്ക് എല്ലാത്തിലും. എന്നിട്ട് പുള്ളിക്കാരൻ SSLC ഫസ്റ്റ് റാങ്ക്, പ്രീ ഡിഗ്രി ഫസ്റ്റ് റാങ്ക്. ആരാണ്? പേരറിയാമോ? അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, നോക്കട്ടെ നിങ്ങൾക്ക് റിയൽ വേൾഡുമായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്നുള്ളത്. യെസ്, ഡോക്ടർ ലതാ മനോഹരൻ, രാജു നാരായണ സ്വാമി. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? അതും കൂടെ കാണിച്ചു തരാം. സ്ലൈഡ് ഫാക്ട്സ് ഞാൻ കാണിച്ചു തരാം. Forced retirement looms over Raju Narayana Swami. 25 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. അവരെല്ലാത്തിനും എവാലുവേറ്റ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ അങ്ങ് കമ്പൽസറി ആയിട്ട് റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞുണ്ട്. ആൻഡ് ഹി വാസ് ഔട്ട് ഓഫ് ദി 4 IAS ഓഫീസേഴ്സ്, ഹി വാസ് ചോസൺ, റെക്കമെൻഡഡ് ഫോർ റിട്ടയർമെന്റ്. 32 കൊല്ലത്തെ സർവീസിനുള്ളിൽ 30 തവണയോളം ട്രാൻസ്ഫർ ആയി. പോരെ? അപ്പൊ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഇരിക്കും? 30 തവണ ട്രാൻസ്ഫർ ആയി. ഇന്ന് തിരുവനന്തപുരം, അടുത്തത് കോഴിക്കോട്, അടുത്ത കോഴിക്കോട് നിന്ന് അടുത്തത് തൃശ്ശൂർ, അവിടെ തൃശ്ശൂരിൽ നിന്ന് മറ്റേവിടെ, ഇന്ന് ഈ ഡിപ്പാർട്ട്മെന്റ്, ഇന്ന് മറ്റേ ലോട്ടറി ടിക്കറ്റിന്റെ മേധാവി, മറ്റേ ഫിഷറീസ് വകുപ്പിന്റെ കുടുംബം, പിള്ളേര്, ലൈഫ്. ഫസ്റ്റ് റാങ്ക് ആണ്, IAS ആണ്. ശ്രീവാസ്തവ 2.5 ലക്ഷം രൂപ ശമ്പളം. ഇപ്പൊ ശമ്പളം അത്രയും കിട്ടത്തില്ല. ആരാണ് നിങ്ങളുടെ ബോസ്? ആരാണ്? 4ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച രാഷ്ട്രീയക്കാരൻ. 4ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച രാഷ്ട്രീയക്കാരന് മുമ്പിൽ കയ്യും കെട്ടി നിൽക്കണം. 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ 1000 പേർക്കാണ് ജോലി കിട്ടുന്നത്. അത് 0.1%. എവറിത്തിങ് ഫോർ വാട്ട്? 3 years. ആ 2 ലക്ഷം വെച്ച് ഒരു വർഷം 30 ലക്ഷം, 1 കോടിയോളം പോയി. എന്നിട്ട് എന്തിനാണ് വരുമ്പോൾ ഈ പറഞ്ഞ ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യന്റെ ഫ്രണ്ടിലേക്ക് കൈകെട്ടി നിൽക്കേണ്ടത്? ഇപ്പോൾ പറയൂ ജയചന്ദ്രൻ ജി, ഇത് റോങ് ഡിസിഷൻ ആണോ അതോ റൈറ്റ് ഡിസിഷൻ ആണോ? വേറെയും കുറെ പേര് റൈറ്റ് എന്ന് പറഞ്ഞവര്. നൗ ഹാവ് ഐ കൺവിൻസ്ഡ് യു? ഞാൻ കൺവിൻസ് ചെയ്തോന്ന് എനിക്കറിയണം. കൺവിൻസ്ഡ് ആയോ? ഇപ്പോഴെങ്കിലും കൺവിൻസ്ഡ് ആയോ ജയചന്ദ്രൻ ജി? ആയോ? ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇവരെല്ലാരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇനി അടുത്തൊരു ചോദ്യം. ഒരു 100 ഡോക്ടേഴ്സിന് എടുക്കുക, അലോപ്പതി തന്നെ എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും കുറെ പേര് കാണുമല്ലോ. 100 പേര്, അവരുടെ പിള്ളേരിൽ എത്ര ശതമാനം പേരാണ് ഡോക്ടേഴ്സ് ആയിട്ട് വരുന്നത്? മെഡിക്കൽ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യുന്നത്. ഒരു പെർസെന്റേജ് ഇട്ട് റഫായിട്ട് ചാറ്റ് ബോക്സിലിട്ട്, എത്ര പെർസെന്റ്? 1% ആണോ? 10% ആണോ? 50% ആണോ? ഒരു നമ്പർ കാണട്ടെ ഞാൻ. 100% 100 പേര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അനിൽകുമാർ 100ൽ 5%. അടുത്തത് മക്കളിൽ വരട്ടെ. 70%. യു ആർ റൈറ്റ് ലതാ മനോഹരൻ ജി, യു ആർ റൈറ്റ്. റൈനി അനിൽ, നോ. എന്റെ കൂടെ MBBS പഠിച്ച, എന്റെ പേര് വേണുഗോപാൽ, എന്റെ വീട്ടിൽ തന്നെ ഉള്ള അടുത്തത് ഒരു വിജയകുമാരൻ നായർ, ഇങ്ങനെ ഒരു കുറെ വി എല്ലാം ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു കുട്ടിയെങ്കിലും ഡോക്ടറാണ്. നേരെ മറിച്ച് നിങ്ങൾ ഒരു 100 IAS ഓഫീസർ എടുക്കുക, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരെ, അതിൽ എത്ര പേരുടെ പിള്ളേരാണ് IAS അല്ലെങ്കിൽ IPSന്
പരീക്ഷ പോലും എഴുതാത്തവരാണ്. ഇത് ഞാൻ ആതന്റിക് ഇൻഫർമേഷൻ ആണ്. ഞാൻ അവിടുത്തെ കേരള സ്റ്റേറ്റ് അവിടുത്തെ സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ അവിടുത്തെ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അടുത്ത മലയാള മനോരമയുടെ സിവിൽ സർവീസിന്റെ ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. അന്ന് അവിടെ പരിചയപ്പെട്ട കുറെ മുൻ IAS ഓഫീസേഴ്സ് ചീഫ് അവർ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പിള്ളേർ എന്ത് ചെയ്യുന്നു? ഒന്നിൽ അവർ പറയും എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ അവർ പറയും MA എക്കണോമിക്സ് എടുത്താണ്, അല്ലെങ്കിൽ മറ്റേതാണ്. ആരും IASിലില്ല. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ അറിയുന്നത് അവർക്ക് പിള്ളേർക്ക് ഈ അച്ഛന്റെ ലൈഫ് സ്റ്റൈലെല്ലാം വളരെ ദുരിതമാണ് എന്ന് അവർക്ക് ബോധ്യമായി. അച്ഛൻ വന്നിട്ട് കംപ്ലീറ്റ് ഒരു അടിമപ്പണിയാണ്, വെറും അടിമപ്പണിയാണ്. നിങ്ങൾക്ക് ഒരു NGO യൂണിയൻ പ്രസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിമർശിക്കാം, പരസ്യമായിട്ട് പറയാം. IAS ഓഫീസർ IPS ഓഫീസർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് സഹിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. സോ സ്ലേവറിയാണ്. ഇത് ക്ലിയർ ആയോ? കൺവിൻസ്ഡ് ആയോ? കൺവിൻസ്ഡ് ആണെങ്കിൽ തീരണം. ഞാൻ ഈ ടോപ്പിക്ക് വളരെ വളരെ ഇതായിട്ട് എനിക്ക് വളരെ ഇത് പറഞ്ഞു ഇനി ഈ അബദ്ധം മണ്ടത്തരത്തിലോട്ട് വീഴരുത്. നിങ്ങളിൽ കുറെ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ടത്തരത്തിൽ വീഴരുത് മൈ ഡിയർ ഫ്രണ്ട്. സിവിൽ സർവീസ് എടുക്കാം, ഏത് കൊള്ളാന്നറിയാം. ഇന്ത്യൻ റവന്യൂ സർവീസ് എടുക്കും, കുഴപ്പമില്ല. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് എടുക്കും, കുഴപ്പമില്ല. ഈവൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓൾസോ ഇസ് നോട്ട് ദാറ്റ് ബാഡ്. പക്ഷെ മറ്റേ രണ്ടും ഉണ്ടല്ലോ. നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ പവർ കാണിക്കും, നിങ്ങളെ തട്ടും. ദാറ്റ്സ് എ ഫാക്ട്. അങ്ങനെ ആ രമൺ ശ്രീവാസ്തവ ഇനിയെ അവൻ അറിയാൻ പോകുന്നുള്ളൂ. എനിവേ, സൈഡ് എഫക്ട്സ് ഓഫ് കോവിഡ് പാൻഡമിക് വന്നപ്പോൾ എന്താണ്? ഹോട്ടൽസിന് ബിസിനസ് എല്ലാം പോയി. ഇപ്പൊ ഓരോന്നിന്റെയും ഒരു സംഭവം നടക്കുമ്പോൾ അതിന് സൈഡ് എഫക്ട് ഉണ്ട്. ബിസിനസ് എല്ലാം പോയി, ഹോട്ടലിൽ ഇല്ല, എല്ലാം അടച്ചു ഇതായി, വെർച്വലി ഒന്നുമില്ല. ഒരുപാട് കോടികൾ മുടക്കി തുറന്നിട്ടുള്ള ഹോട്ടലിലെല്ലാം മാസം ഇത് അടയ്ക്കാനായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. എയർലൈൻസ് നോ ട്രാവൽ, മിക്കതും പ്ലെയിനും ഇല്ല, എവിടെ ഇല്ല. ടൂറിസം കുത്തുവാള എടുത്തു. ഹോസ്പിറ്റൽസ് ആദ്യകാലത്ത് വളരെ കഷ്ടപ്പെട്ടു. പിന്നെ മിടുക്കന്മാരാണ് ഡോക്ടർമാര്. പിന്നെ വന്നവർക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചാകരയായിട്ട് മാറി. എന്നാ പിടിച്ച കോവിഡ് ഉള്ളവരെയും അവർക്ക് ഒരു അഡ്മിഷൻ പോലും വേണ്ട. ഇവരുടെ പേടിയെല്ലാം വെച്ചോണ്ട് ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് മറ്റേ അപ്പുക്കുട്ടൻ നമ്മുടെ അറ്റൻഡർ പ്യൂൺ അപ്പുക്കുട്ടനായിരിക്കും ഇതൊക്കെ ഇട്ടുണ്ടോ. നമ്മുടെ ഡോക്ടർ പോലല്ല. ഇവർക്ക് ഈ രോഗിക്ക് ആരാണ് വന്ന് നോക്കിയെന്ന് പോലും അറിയത്തില്ല. അപ്പുക്കുട്ടനെല്ലാം വന്ന് കുറെ പാരസെറ്റമോൾ എല്ലാം ഗുളിയെല്ലാം കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ ചാർജ് ചെയ്ത് എനിക്കറിയാം. തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ തന്നെ അവർ 30-40 പേഷ്യൻസിനെ ഇതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. കൊയ്ത്താണ്. മാസം കോടികൾ ഉണ്ടാക്കിയാണ് ചില ആശുപത്രികൾ. അപ്പൊ ആദ്യം പാർശ്വഫലം അങ്ങനെയായി, പിന്നെ അതിൽ നിന്ന് വളരെ അൺഎത്തിക്കൽ പ്രാക്ടീസ്. വാക്സിൻ മേക്കേഴ്സ് എന്നാ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനാവാല, കോടി. ഫൈസർ എത്ര? $56 ബില്യൺ. ട്രെയിനിങ് എന്നാ പിടിച്ചോ, എല്ലാം ഓൺലൈൻ ട്രെയിനിങ് ആയി. ഓഫ്ലൈനിൽ പോയിട്ട് ട്രെയിനേഴ്സ് എല്ലാം സുന്ദരമായിട്ട് അപ്പൊ ഓഫ്ലൈൻ ആകുമ്പോൾ ഫിസിക്കലി ഒരു ബസ്സും പിടിച്ച് ട്രെയിനും പിടിച്ച് അവിടെ പോകണം. ഓൺലൈൻ ആകുമ്പോൾ സൗകര്യമായി, വീട്ടിൽ നിന്ന് തന്നെ ആയി. എന്നാ പിടിച്ചോ, എത്ര പേർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സൂം എല്ലാം ഉഗ്രൻ കാശുണ്ടാക്കി ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. അതിന്റെ പാർശ്വഫലമാണ് ഇതിപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന്റെ ബിക്കോസ് ഓഫ് കോവിഡ്. അതുകൊണ്ട് ഞാൻ കൊറോണ ദേവിക്ക് ഞാൻ വളരെ ഇതാണ്. ഞാൻ കൊറോണ ദേവിയെ ദിവസം ഞാൻ പൂജിക്കുന്നുണ്ട് കേട്ടോ. കൊറോണ ദേവി കാരണമാണ് ഞാൻ ഇപ്പൊ ബോറടിക്കാതിരിക്കുന്നത്, നിങ്ങളെല്ലാമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. So that is a positive impact of that COVID pandemic. സോഷ്യൽ മീഡിയ എന്നാ പിടിച്ചോ, വാട്സാപ്പ് അതിൽ കൂടെ ഉള്ളത് എല്ലാം പാൻഡമിക്കിലാണ് ഇതായിട്ടത്. ഓൺലൈൻ ഷോപ്പിംഗ് എന്നാ പിടിച്ചോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, എല്ലാവരും ഇന്നായി എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ്. സോ ഓരോന്നിനും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട് പാർശ്വഫലങ്ങൾ. നോക്കിയേ, നമ്മുടെ അവിടുത്തെ സ്ട്രീറ്റിൽ കിടക്കുന്ന ബഗേഴ്സ്, അയാൾക്ക് ഒരു തലേണ പോലും ഇല്ല, ഒരു മെത്തയില്ല. ഇവിടെ ഈ പിള്ളേർ കൈ കഴുകിയിട്ട് സോപ്പ് ഇട്ട് കൈ കഴുകിയിട്ടാണ് കഴിക്കുന്നത് ഇല്ല. അത് ഞാൻ പറഞ്ഞു വെച്ചാല് അവർക്ക് ഒറീസ് ഇല്ല. കൂടുതൽ കാശുണ്ടോ? കൂടുതൽ സ്ട്രെസ്സാണ്. ഒരുപാട് പൈസയുണ്ടോ? സ്ട്രെസ്സാണ്. മറിയം ജി എഗ്രി ചെയ്യുന്നുണ്ടോ? മറിയമ്മ ജി ആണോ? അവർക്കൊരു തലേണ വേണ്ട, ഒരു AC വേണ്ട. ഇവിടെ അയ്യോ ചൂട്, എന്തൊരു ചൂട്, ഇതില്ല. അവരുടെ സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങാണ്.
നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ മതി. ആ പിള്ളേർ ഒരു കൈയൊന്നും കഴിയുന്നില്ല, ഒരു കുഴപ്പമില്ല, അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ ബെറ്റർ ആണ്. ഇവിടെ കൈയും സോപ്പും എല്ലാം കഴിച്ച് എല്ലാം വെച്ച് ദിവസം 3 നേരം കഴിയുമ്പോൾ ഏത് ചെറിയൊരു പനി വന്നു കഴിഞ്ഞാലും കിടപ്പിലാവും. മറ്റവർക്ക് നല്ല ഇമ്മ്യൂണിറ്റിയാണ് ചെറിയ ചെറിയ ഇൻഫെക്ഷൻ വെച്ചിട്ട്. That is it. How to prevent negative side effects? Don't say or do anything when angry. നല്ല ദേഷ്യം ചൂടായിരിക്കുമ്പോൾ വല്ലതും പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആന മണ്ടത്തരമായിരിക്കും. ദാറ്റ് വിൽ ഹാവ് ഈ ദോഷഫലങ്ങളെ വരത്തുള്ളൂ. ഡോണ്ട് സേ ഓർ ഡു എനിത്തിങ് വെൻ എക്സൈറ്റഡ്. വളരെയധികം ഹാപ്പി ത്രിൽഡ് ആയിരിക്കുമ്പോഴും ഒന്നും ചെയ്യരുത്. വല്ല ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമാവും. വാഗ്ദാനങ്ങൾ കൊടുത്തളയും. Don't say or do anything when depressed. Don't say or do anything when afraid. പേടി, ഫിയർ ഉണ്ടെങ്കിലും റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. Don't say or do anything when anxious. ഇതിനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഇത് ഈ 5 എണ്ണം ഓർത്തിരുന്നാൽ അത് മാത്രം മതി മിക്കപ്പോഴും ഈ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനായിട്ട്. ഈ 5 എണ്ണം. എഗ്രി എന്നുണ്ടെങ്കിൽ ഇട്ടെ, എഗ്രി എന്നുണ്ടെങ്കിൽ ഒരു വരട്ടെ. ഈ 5 എമോഷൻസ് വരുമ്പോൾ ആണ് ഏറ്റവും നമുക്ക് ഈ എല്ലാ ഇതും പിടിക്കുന്നത്. ഈ 5 എണ്ണത്തിൽ ഇതാണ്. ഇനി അതിന്റെ 1-2 എണ്ണത്തിന് ഞാൻ എക്സാമ്പിളും പറഞ്ഞുതരാം, കാണിച്ചുതരാം. 2 എണ്ണത്തിന്. ലങ്കാ ദഹനം, മിത്തോളജിക്കൽ ഹിന്ദു മിത്തോളജിയില് ലങ്കയിൽ പോയ അംബാസഡറായിട്ട് പോയ ഹനുമാന്റെ വാലിൽ അവിടെ എന്താണ് തീ കൊളുത്തുന്നു. രാവണന്റെ അവിടെ തീരുമാനത്തിന് തീ കൊളുത്തുന്നു. ഹനുമാൻ ഗോട്ട് ആംഗ്രി. ഹനുമാൻ എന്ത് ചെയ്തു? ആ കൊളുത്തിയ വാലും കൊണ്ട് ലങ്ക മുഴുവനും എല്ലാ കെട്ടിടങ്ങളെല്ലാം കത്തിച്ചു. എത്ര ആയിരക്കണക്കിനുള്ള അന്നത്തെ സ്ത്രീകളും എല്ലാവരും തീയിൽ മരിക്കുന്നു. ഇപ്പോഴെന്താണ്? ആങ്കർ. ഹനുമാൻ ചെയ്തതും ശരിയല്ല, അവർ ചെയ്തതും ശരിയല്ല, രണ്ടുപേരും ചെയ്തതും ശരിയല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ആങ്കർ വരുമ്പോൾ ആക്ഷൻ, ഡിസിഷൻ, അതിന് ദോഷഫലങ്ങൾ ഒരുപാട് വരും. ഇത് ശിവൻ ആൻഡ് ഭസ്മാസുരൻ. ഇവിടെയാണ് എക്സൈറ്റഡ് ആകുമ്പോഴുള്ള പ്രശ്നം. ഹാപ്പി. ആ അസുരൻ ഒരുപാട് വർഷം കൊടും തപസ്സിരുന്ന് ശിവനെ ചെയ്തു. ശിവൻ പ്ലീസ്, ഇത്രയും വലിയതായിട്ടൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തപസ്സിരുന്ന് രാവിലെ മുതൽ 24 മണിക്കൂറും ശിവ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഇമ്മൻസ്ലി പ്ലീസ്, ഹാപ്പി, എന്ത് വേണം? അത് പറഞ്ഞ് ഞാൻ ആരുടെങ്കിലും തലയിൽ എന്റെ കൈ വെച്ചാൽ അവരോട് തന്നെ ഭസ്മമായിട്ട് പോകണം. ഉടനെ വളരെ ഹാപ്പി ആകുമ്പോ ചിന്തിക്കുന്നില്ല. ഉടനെ ഞാൻ തന്നിരിക്കുന്നു വരം, നീ ആരുടെ തലയിൽ കൈവയ്ക്കുന്നു അവര് ഭസ്മമായിട്ട് പോകും. കൂടെ തന്നെ ഫ്രണ്ടിൽ വേറെ ആരുമില്ല. അപ്പം അസുരനൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ, ഈ പറഞ്ഞ വരം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നേരെ അസുരൻ നേരെ ശിവന്റെ തലയ്ക്ക് തന്നെ കൈവയ്ക്കാൻ പോകുന്നു. ശിവൻ ജീവനും കൊണ്ട് പിന്നെ ഓടി. അതാണ് കഥ, ആ മിത്തോളജി. എന്നിട്ട് അവസാനം വിഷ്ണു ഒരു മോഹിനിയുടെ രൂപത്തിൽ വന്ന് അയാളെ ഡിസ്ട്രാക്ട് ചെയ്ത്. പെണ്ണെന്ന് പറയുമ്പോൾ വീക്ക്നെസ് ആണ്. അസുരന് അപ്പുറം നോക്കിയിട്ട് ഞാൻ നിൽക്കുന്നു, അവിടെ നയൻതാര കത്രിയനാ നിൽക്കുന്നു. അപ്പം പിന്നെ ശിവനെ പതുക്കെ വിട്ടു. നേരെ നയൻതാരയുടെ അടുത്ത് പോയി. അവൻ നയൻതാരയെ കെട്ടണമെന്നായി. ഉടനെ നയൻതാര പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടാം, പക്ഷെ ഞാൻ എന്നെ പോലെ ഡാൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യാം. അവൻ നയൻതാര ഇങ്ങനെ ആക്കി. ഉടനെ അവന് അസുരന് അതേപോലെ ഇങ്ങനെ കുറെ നേരം ആടി വന്നിട്ട് അവസാനം നയൻതാര നേരെ കൈ തലയുടെ വെച്ചു. ഉടനെ അവൻ അസുരൻ അവന്റെ തലയിൽ വെച്ച് അവൻ ഭസ്മമായി പോയി. ഇതാണ് കഥ കേട്ടോ. മറിയാമ്മജി, നിങ്ങൾക്ക് ഈ കഥ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബൈബിള് അറിയാവും. ഞാൻ അതുകൊണ്ടാണ് ഈ കഥ ഇത്രയും കുറെ പറഞ്ഞത് കേട്ടോ. ബൈബിളിലെ കൂടെ ഇത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് ഭസ്മാസുരന്റെ കഥ. ആദ്യമായിട്ട് കേൾക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അവിടെ എന്താണ്? എക്സൈറ്റ്മെന്റിൽ ആ ഡിസിഷൻ, അതിന്റെ പാർശ്വഫലം മീൻസ് ക്ലിയർ കൊടുക്കരുത്. ശിവനായാലും മണ്ടത്തരം കാണിക്കുകയാണ്. അപ്കമിങ് ടോക്സ് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ എന്റെ ടോക്ക് കൊടുക്കുന്നതാണ്. അടുത്ത വ്യാഴാഴ്ച ഉള്ളത് ക്രോസ് അഡിക്ഷൻ. നിങ്ങൾ അഡിക്ഷൻ കേട്ട് കാണും, ക്രോസ് അഡിക്ഷൻ കേട്ട് കാണത്തില്ല. സോ ഇറ്റ് ഈസ് സംതിങ് നോട്ട് ജസ്റ്റ് അഡിക്ഷൻ. ദെൻ ബീറ്റ് ബോർഡം. ഇതാണ് എന്റെ
സൂം ലിങ്കും പാസ്കോഡും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. every Thursday at 8 p.m. and you can welcome your friends also. Now time management. നമുക്കിതാ 10 മിനിറ്റോളം ഉണ്ട്. Question answer session. Did you find this session? ഞാൻ ആദ്യം പറഞ്ഞു എന്റെ ഗ്യാരണ്ടി will be interesting, insightful and useful. ഞാൻ എന്റെ ഗ്യാരണ്ടി പാലിച്ചോ? ഒന്നുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. Did I meet my guarantee? ചുമ്മാ ഗ്യാരണ്ടി കൊടുത്തൊരു കാര്യമില്ല. കൊടുത്ത ഗ്യാരണ്ടി 100%. Yes, Geeta Thomas ji, yes, Raji Joseph ji, yes. So that is what it is. And Bindya ji, yes. ഈ ഇതിന്റെ വീഡിയോ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, അവരുടെ പിള്ളേർക്കും ഷെയർ ചെയ്യണം. ചെറുപ്പക്കാർ ഒരുപാട് അബദ്ധത്തിൽപ്പെടുന്നത് ബിക്കോസ് ഓഫ് ദർ ഇതുകൊണ്ട്. യെസ്, റീന ജോർജ് ജി. അതുകൊണ്ട് ദിസ് ഈസ് ഏറ്റവും നല്ല ഒരു ഇതാണ്. ഇതേപോലെ ഇത്രയും നല്ലൊരു ടോക്ക് ഞാൻ കുറച്ചൊരു വളരെ വിത്ത് ഓൾ പ്രൈഡ് തന്നെ പറയുന്നു. നിങ്ങൾ വേറെ ആരും കൊടുത്തു കാണത്തില്ല, നിങ്ങൾ കേട്ടും കാണത്തില്ല, കൊടുക്കാനും മിക്കവർക്കും പറ്റത്തുമില്ല. ഞാനാണ് ചില വളരെ ബ്ലണ്ടാണ്. ഞാൻ ഫാക്ട് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയും അതിന്റെ. അല്ലാതെ മയത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെ ചില രാഷ്ട്രീയക്കാര് ചിലരെന്ന് പറഞ്ഞിങ്ങനെ വേഗമായിട്ട് നിൽക്കും. നോ, ഐ ഗീവ് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഓക്കെ, ഗോ ഹെഡ്. നന്ദി സാർ. വളരെ നല്ല രീതിയിൽ വാസ്തവങ്ങൾ വളരെ വ്യക്തമായി വിവരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന സാറിന് വളരെയധികം നന്ദി അറിയിക്കട്ടെ. സാർ ഞങ്ങൾക്ക് തന്ന ഗ്യാരണ്ടി അതുപോലെ തന്നെ പാലിക്കുകയും ചെയ്തു. വളരെ സന്തോഷം. ഇനി സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അഭിപ്രായങ്ങൾ പറയാവുന്നതുമാണ്. രമാദേവി മാഡം. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ വേണു. അത് നന്നായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കേട്ടപ്പോ ഒന്നും കൂടെ എന്റെ മനസ്സിൽ അങ്ങോട്ട് ഇങ്ങനെ പതിഞ്ഞു. നല്ലതായിരുന്നു. വെരി ഗുഡ്. ഇതിന്റെ വേണുവിന്റെ എല്ലാ ഇതും ഞാനിപ്പോ കാണാറുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയാറുണ്ടെന്ന്. ഞാൻ എന്റെ കസിൻസിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച എങ്ങനെയുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. നല്ലതായിരുന്നു. വളരെ ശരിക്കും സാധാരണക്കാർക്ക് പോലും ഈസി ആയിട്ട് മനസ്സിലാവുന്ന എക്സാമ്പിൾസും എല്ലാമാണ്. കീപ് ഇറ്റ് അപ്പ്. കം അഗൈൻ ആൻഡ് അഗൈൻ. അല്ലെ ശാന്താജി, ഇന്നലെ എനിക്ക് ഒരാളെ എനിക്ക് വാട്സാപ്പിൽ മറ്റേതില് യൂട്യൂബില് അത് കണ്ടിട്ട് ഒരു കമന്റ്സ് ഇട്ട് ഞാൻ കുറച്ചു പേർക്ക് ഷെയർ ചെയ്തു. അതായത് ഞാൻ വന്നിട്ട് എല്ലാം ലേമാനിന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നതൊക്കെ. അതാണ് എന്റെ ഒരു കോൺഷ്യസ് എഫർട്ടിലാണ് പറയുന്നത്. സാധാരണക്കാരന് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതിനായാലും മനസ്സിലാകണം. അതല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോളേജ് ഡിഗ്രി ഉള്ളവർക്കും നിങ്ങൾ സന്ദേശം സിനിമ കണ്ടിട്ടുണ്ടെന്നോ എനിക്കറിയൂടാ. അതില് പാർട്ടി ഓഫീസിൽ ശങ്കരാടി അത് ചോദിക്കുന്നത് പറയുമല്ലോ, നമ്മൾ ഇലക്ഷൻ എന്തുകൊണ്ട് തോറ്റെന്നുള്ളതിന്. അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് റാഡിക്കൽ മാറ്റമല്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ആക്ടർ അയാൾ എണീറ്റ് കൊട്ടാരക്കര ബോബൻ എന്ന് എണീറ്റ് പറയും, മനസ്സിലായില്ല. അപ്പം അതാണ് മിക്കപ്പോഴും വന്നേച്ച് ഓരോരുത്തരും അവര് കുറെ, അതായത് നമ്മുടെ ശശി തരൂരിന്റെ സ്റ്റൈലിലാണ് കുറെ പേര് സംസാരിക്കുന്നത്. ശശി തരൂർ പറയുന്നത് മിക്കതും മനസ്സിലാകത്തില്ല, ഇംപ്രസ് ആവും. ഞാൻ അങ്ങനെയല്ല. ഐ എം നോട്ട് ഹിയർ ടു ഇംപ്രസ് എനിബഡി. ഐ എം ഹിയർ ടു. ഞാൻ ഡോക്ടർ ശാന്തചന്ദ്രനല്ല, ഡോക്ടർ അമാരി അമ്പാടി. ശാന്താചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ശാന്തയുടെ ഫോണിലാണ് വരുന്നതാണ്. എന്റെ ഫോണിൽ കിട്ടണില്ല സൂം. അതാണ് ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവിടെ. നന്നായിരുന്നു. ഇനി വരണോട്ടോ. ഞങ്ങൾ ഇങ്ങനെ ആൻഷ്യസ് ആയിട്ട് കാണാൻ കാത്തിരിക്കുകയാണ്. ബ്രെയിൻ സിറ്റിയിലും വരുന്നതല്ലേ ഡോക്ടർ? ഹോമിയോപ്പതിയിൽ സീനിയറായ ഇരട്ട കുട്ടികളാണ്. Okay, anybody else? Question or comments?
ഇനി ധനേഷ് ഡോക്ടറെ. തീർച്ചയായും വളരെ ആണ്. ആ, ഓരോ ദിവസം ചെല്ലുന്തോറും ചുട്ടിക്കൂട്ടിയിരുന്നു. ഈ അതെ കിടന്നിരുന്ന അതിന് എന്റെ ബാഗിലാ. അല്ല ധനേഷ് ജി എന്ത് പറ്റി? സാറേ ധനേഷ് ജി, ഏതായാലും ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് ഏതാണ് നല്ലതെന്നും ഏതാണ് ഏറ്റവും നല്ലതെന്നും പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. കാരണം ആ രീതിയിലാണ് ഇന്നിപ്പോ ആ പുരാണ കഥകളിൽ ഹനുമാന്റെ വാലും ഈ തീയുണ്ടായതും ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളും അല്ലെ അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അതെങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ കണക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളുമായിട്ട് ഇതൊക്കെ ബന്ധിപ്പിക്കാം. അങ്ങനെ സാർ ഇത് വളരെ നല്ല രീതിയിലാണ് ഇതെല്ലാം ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഡോക്ടർ ദേവൻ സംസാരിച്ചായിരുന്നോ? ഇല്ലില്ല. ദേവൻ ഡോക്ടറെ ഒന്ന് സംസാരിക്കും സാർ. ആരാണ് ദേവൻ ജി? ദേവൻ ഡോക്ടറെ. ദേവരാജ് ഡോക്ടർ. നമസ്കാരം. ഓക്കെ. ഒന്ന് നിങ്ങളെ കാണട്ടെ. നിങ്ങളുടെ ആ ഒരു ചെറിയ രൂപം, വിശ്വരൂപം വേണ്ട, ആ ചെറിയ രൂപം ഒന്ന് കാണട്ടെ. വിശ്വരൂപത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, അതാണ് കുഴപ്പം. എവിടെ? വിശ്വരൂപത്തിലാണ് ഇപ്പൊ ഞാൻ, അതുകൊണ്ടാണ് കാണാത്തത്. ഒന്ന് കാണട്ടെ. എന്തായാല് ഒരു നാമം മാത്രം പോരാ, നാമവും രൂപവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീഷൻ വരുന്നത്. അതിനാണ് ഇനിയത്തെ ക്ലാസ്സിൽ മുഖം കാണിക്കാം. ഇപ്പോൾ അതിന് പറ്റിയൊരു കണ്ടീഷനിലാണ്. മുഖം മാത്രം കാണിച്ചാൽ മതി ദേവ. നോക്കട്ടെ. അത് കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല. അത് നമ്മൾ അങ്ങനെ ഞാൻ കാണിക്കത്തില്ല. ഇയാള് പറഞ്ഞ ഞാൻ മുഖം കാണിക്കാനാണ്. അങ്ങനെയുള്ള പിടിവാശിയൊന്നും ഉണ്ടായിട്ടല്ല. നമ്മുടെ കാരണം ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ, അതുകൊണ്ടാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ഈ കുട്ടിക്കൃഷ്ണന്മാരുടെ ഭാരത പര്യടനം സാറ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. സാറതൊന്ന് വായിക്കണം. ഞാൻ ഇൻഫർമേഷൻ, ഈ ഇരിക്കുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ, ഞാൻ MT വാസുദേവൻ നായരുടെ ഒരു നോവലും വായിച്ചിട്ടില്ല. തകഴിയുടെ ഒന്നും വായിച്ചിട്ടില്ല. തകഴിയുടെ ഒക്കെ കയറ് കേട്ടിട്ടുണ്ട്. കയർ വെച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് കെട്ടി തൂക്കിച്ചാവാം, അത്ര അറിയാം. ചെമ്മീൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചെമ്മീൻ കഴിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്റേത്. അപ്പൊ എന്റെ റീഡിങ് ഹാബിറ്റ്സ് ആർ ടോട്ടലി ഡിഫറെന്റ്. ഞാൻ വന്ന് കളക്ട് ചെയ്യുന്നതെല്ലാം വായിക്കുന്നത് സാധാരണ വായിക്കാത്ത ബുക്കിലാണ് ഞാൻ വായിക്കുന്നത്. ഇത് തിന്നപ്പോഴത്തേക്കും ഒരു ഇങ്ങനെ സൂക്ഷിക്കോ? രമാദേവി ജി, നിങ്ങളുടെ ഒന്ന് മീറ്റ് ചെയ്യണേ. ഞാന് ബാക്കിയുള്ളവർ മിക്കവരും വായിക്കുന്നത് ഞാൻ വായിക്കാറില്ല. ബാക്കി മിക്കവരും പറയുന്നത് ഞാൻ സംസാരിക്കും. So that is how I try to be different. അപ്പോഴാണ് എന്റെ നിങ്ങൾക്ക് ന്യൂ ഇൻഫർമേഷൻ വരും. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതായത് ഭാരത പര്യടനം എന്ന് പറയുമ്പോൾ ഒരു നോവലൊന്നും അല്ല. അതിലെ മഹാഭാരതത്തില് എവിടെയൊക്കെ ധർമ്മമുണ്ടോ അതിനെയൊക്കെ അധർമ്മമായിട്ടും, എവിടെയൊക്കെ അധർമ്മമുണ്ടോ അതൊക്കെ ധർമ്മമായിട്ടും വളരെ മനോഹരക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് അതാണ് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ വളരെ നന്നായിട്ട് അവതരിപ്പിക്കും. അത് വളരെ വളരെ നമ്മൾക്ക് അനുവാദകരെ പിടിച്ചു നിർത്തും. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഇപ്പൊ ധർമ്മരുടെ ഭീഷ്മരുടെ മുമ്പിൽ സകുനിയെ കൊണ്ടുവന്ന് നിർത്തി ഭീഷ്മരെ ആയുധം താഴെ വെപ്പിച്ചത് ശരിക്കും അധർമ്മമാണല്ലോ. കാരണം ആയുധം താഴെ വെച്ച യോദ്ധാവിനെ അല്ലല്ലോ കീഴടക്കേണ്ടത്. അപ്പൊ അങ്ങനെ മഹാഭാരതത്തിലെ പിന്നെ ഒരു സ്വന്തം അദ്ദേഹത്തിൻ്റെതായ ഒരു വീക്ഷണം അദ്ദേഹം മുന്നോട്ട് വെക്കും. ഇപ്പൊ സാറും അങ്ങനെ തന്നെയാണ്. സാറ് എല്ലാ കാര്യവും സാറിൻ്റെതായ വീക്ഷണം അത് കേൾക്കുന്നവന് അത് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ ഭാരത പര്യടനത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ലാതെ ഒരു സാഹിത്യകൃതി എന്നുള്ള രീതിക്കല്ല. അതൊരു തീർച്ചയായിട്ടും ഒരു താങ്ക് യു. ഞാൻ അതിനെ കേട്ടിട്ടില്ലായിരുന്നു. മേ ബി ഐ എം നോട്ട് സേ ദാറ്റ് ഐ വിൽ. ഞാൻ ഒരു പറയുകയാണെന്ന് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് അത് കാരണം ഞാൻ വെറുതെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് മേ ബി ഐ മേ റീഡ് ദാറ്റ് വൺ. ഞാൻ ഈ പറയുന്ന ഒരുപാട് ഇതുണ്ട് നമ്മളുടെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അതിങ്ങനെയാണ്, അതൊക്കെ അത് ശരിയല്ല. നമ്മൾ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുമ്പോഴാണ് അറിയുന്നത് എന്തൊക്കെ രീതിയിലാണ്. ആ ഒരു ഞാൻ ഈ ഉള്ള ബിറ്റ്സ് ആൻഡ് ബിറ്റ്സ് ആയിട്ടുള്ള കുറെ കിട്ടിയതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ആർട്ടിക്കിൾ 370 കുറിച്ച് ഞാൻ അത്രയും പറഞ്ഞത്.
ആർട്ടിക്കിൾ 370 കൊണ്ട് എത്ര ദോഷമാണ്, എത്ര വർഷങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ അതിനെ പിൻവലിക്കാനായിട്ട് എന്തെല്ലാം തടസ്സ വ്യാകരണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു നാടിന്റെ വികസനം, നാടിന്റെ അഭിവൃദ്ധി, ഒരു രാജ്യസ്നേഹം അല്പം പോലും ഇല്ലാത്തവരാണ് നല്ലൊരു ശതമാനം മറ്റേ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിരിക്കുന്നവർ. നല്ലൊരു ശതമാനം പേര് നാടല്ല, അവരുടെ സ്വന്തം കീശ വികസിക്കണം, സ്വന്തം കീശ വർദ്ധിപ്പിക്കണം, നത്തിങ് എൽസ്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻ? ഡോക്ടറെ, ഇനി നമുക്ക് സമയം 10 മണിയായി. സാറിന് നന്ദി പറയുന്നതിന് ജയചന്ദ്രൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ജയചന്ദ്രൻ ഡോക്ടർ. ഹലോ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, ഒത്തിരി നാളായി കണ്ടിട്ട്. നമ്മൾ സ്ക്രീനിൽ കൂടെയൊക്കെ കാണുന്നുള്ളൂ, നാട്ടിൽ വരുമ്പോൾ തമ്മിൽ കാണാം. ഡോക്ടറെ ഓരോ ടോക്കും ഞാൻ കാത്തിരിക്കും, ഡേറ്റ് നോക്കി നോക്കി കാത്തിരുന്ന് എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്നും വളരെ ഗംഭീരമായിട്ട് നല്ലൊരു സബ്ജക്റ്റ് നമ്മുടെ കൂട്ടത്തെ അവതരിപ്പിച്ചു. ഇനിയും കൂടെ കൂടെ വരണമെന്നും ഞങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണങ്ങൾ തരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് സാറിന് നല്ലൊരു ഇവിടുത്തെ ഗുഡ് നൈറ്റ്, അവിടുത്തെ ഗുഡ് മോർണിംഗ് തരികയാണ്. താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇതിൽ കുറച്ചു പേരെങ്കിലും വ്യാഴാഴ്ച അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. നന്ദി സാറേ. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ഇത്രയും നല്ല അറിവ് തരികയും ചെയ്ത ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. അങ്ങനെ നമ്മുടെ 1328ാമത് സൂം വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനി നമുക്ക് ഈ ഒരു സൂം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഒരു സെക്കൻഡ്, ആ റീന ജോർജ് ചോദിക്കുന്ന ടൈം ഞാൻ നേരത്തെ കാണിച്ചു, ഒന്നുകൂടെ ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്ക്. നിങ്ങൾക്ക് ഓർമ്മ കുറച്ച് കുറവുണ്ടെങ്കിൽ ഓർക്കാനായിട്ട്, വീട്ടിൽ സ്പൈഡർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ 8 കാലി, അതുകൊണ്ട് 8 ഓർക്കാനായിട്ട് കേട്ടോ. 8 കാലി വ്യാഴാഴ്ച 8 മണിക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 7:50 അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഹോമിയോ ഗ്രൂപ്പിൽ ഞാൻ എന്റെ ആ ഫ്ലയർ ഷെയർ ചെയ്യാറുണ്ട്. കിട്ടുന്നുണ്ടോ മറിയാമ്മജി? ഹോമിയോ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇദ്ദേഹം ഡോക്ടർ ധനേഷിനെ കിട്ടാറുണ്ട്. ഡോക്ടർ ധനേഷ് ക്യാൻ ഷെയർ ദാറ്റ് വൺ വിത്ത് ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഞാൻ IF ആ സമയത്ത് നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് സെഷൻ അറിയാം 3 തവണ ഞാൻ പറഞ്ഞു. അറിയാം, 1 തവണ അല്ല 3 തവണ. അപ്പൊ ചില ടോപ്പിക്സിലേക്ക് സംടൈംസ് യു ഹാവ് ടു ഗീവ് സം പ്രയോറിറ്റി. അപ്പൊ ഇന്ന് തന്നെ ഞാൻ ധനേഷ് ജി, ഇന്ന് എനിക്ക് ഇവിടുത്തെ രാവിലത്തെ 10:30 മണിയാണ്, നിങ്ങളുടെ അവിടുത്തെ 9 മണിക്ക്. ഞാൻ വേറെ ഒന്ന് കമ്മിറ്റ് ചെയ്തായിരുന്നു, ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിൽ ഒരു മീറ്റിങ്ങിന് പോകാന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഈ ഇതും വന്നപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു. അപ്പോൾ ഞാനിന്ന് ആലോചിച്ചു, ഓക്കെ ദാറ്റ് വൺ അവരെ അറിയിക്കുന്നു. ഞാൻ ഐ എം സോറി, ഐ വോണ്ട് ബി ഏബിൾ ടു കം ടുഡേ ആൻഡ് അടുത്ത ആഴ്ച ചെയ്യാം, ആൻഡ് പ്ലീസ് സെൻഡ് മീ അതിന്റെ. അങ്ങനെ ഞാൻ അതിനെ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതും കൂടെ ഓർക്കണം. അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം, ചെയ്യണം. ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാം ഞാൻ കാണുന്നുണ്ട്, ഞാൻ പലർക്കും അത് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നന്ദി സാർ. വീണ്ടും വരണം, നല്ല ക്ലാസ്സുമായിട്ട് വരണം. ഷുവർ.